ഹലോ ഗൈസ്, ഇന്നൊരു സ്റ്റഡി വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് ഞാനിത് പഠിക്കുന്നത്. കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളൊന്നും അല്ല ഞാൻ, പക്ഷേ എങ്കിലും കുറച്ച് മടി കാര്യങ്ങളൊക്കെ എനിക്ക് കുറേ നാളായിട്ടുണ്ട്. കാരണം ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങ് പഠിക്കാറൊന്നുമില്ല. അപ്പോഴാണ് ഒരു എക്സാം വരുന്നത്, PSCയുടെ എക്സാമാണ്, ജൂണിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം സ്പെഷ്യൽ ടോപ്പിക്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ പഠിക്കാനുണ്ട്. നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഉള്ളതെങ്കിലും കുറച്ച് പഠിക്കാൻ പാടുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ട് കുറേ ആക്ട്സും കാര്യങ്ങളൊക്കെ തീർത്തു. എന്നാലും ഇഷ്ടംപോലെ ഇനിയുണ്ട് കേട്ടോ. കാരണം ഇനി 3 ആക്റ്റുകൾ, മെയിൻ ആക്റ്റുകൾ പഠിക്കാനുണ്ട്. പിന്നെ അതിഷ്ടംപോലെ പഠിക്കാനുണ്ട്. എന്നാലും എനിക്ക് കുറേയൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാരണം ഒരു ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമായിരുന്നു. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഉച്ചക്കത്തെ ഫുഡ് ഞാൻ സ്കിപ്പ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പഠിക്കുന്നത് ഞാൻ ആർക്കും അങ്ങനെ സജസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ. കാരണം നമ്മൾ കുറേയൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ എക്സോസ്റ്റഡ് ആവും. ഞാൻ പിന്നെ ഇടയ്ക്ക് കുറച്ച് വെള്ളവും, അതായത് എനിക്ക് വെള്ളം കുടിച്ചാലും ഭയങ്കര ഉറക്കം വരും കേട്ടോ. ഞാൻ പിന്നെ നാരങ്ങ വെള്ളമാണ് കുടിക്കുന്നത്. കുറച്ച് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പിന്നെ ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും. രാവിലെ ഫുഡ് കഴിച്ചിട്ട് വന്നു. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിച്ചാൽ നന്നായിട്ട് കിടന്ന് ഉറങ്ങും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും കഴിക്കാത്തത്. കാരണം ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉറക്കമാണ്. ഞാൻ സ്ഥലമൊക്കെ മറന്നിട്ട് കിടന്ന് ഉറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് റീഡിംഗ് റൂമിൽ പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെയും കൂടെ കുറച്ചൊരു മോട്ടിവേഷൻ ഉണ്ടാവും പഠിക്കാൻ വേണ്ടി, എല്ലാവരും ഒന്ന് പഠിക്കുന്നത് കാണുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ റീഡിംഗ് റൂം തന്നെ എടുത്തത്. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈബ്രറിയോ റീഡിംഗ് റൂമോ ഒക്കെ നോക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് കുറച്ചുകൂടെ നല്ല തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി. പക്ഷേ എങ്കിലും ഞാൻ നിർത്തിയില്ല കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് നല്ല രീതിയിൽ ഉറക്കം വന്നു. ഈ ഉറക്കമാണ് എനിക്ക് പ്രശ്നം. അല്ലാതെ ഇന്ന് പഠിക്കുന്നതിൽ എനിക്ക് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ടൊരു എത്ര നേരം വേണമെന്ന് പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, കുഴപ്പമില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് പഠിക്കുമല്ലോ. പക്ഷേ എനിക്ക് ഈ ഒരു തലവേദനയല്ല, ഉറക്കമാണ് ഏറ്റവും പ്രശ്നം. അപ്പോൾ ഈ ഉറക്കം മാറാനുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിച്ചു. അങ്ങനെ വൈകുന്നേരം ആവാറായി. വൈകുന്നേരം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു തിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം വീട്ടിൽ പോയിട്ട് നല്ല വിശക്കുന്നതായിരുന്നു. മെയിൻ കാര്യം വിശപ്പായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ വായിച്ചിട്ടും മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ തന്നെ സ്വയം ഇങ്ങനെ പറഞ്ഞ് പഠിക്കുകയാണ്. പക്ഷേ അവിടെ ശബ്ദം കുറച്ച് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മനസ്സിലൊക്കെയാണ് വായിക്കുന്നത്. കാരണം അടുത്തടുത്ത് ഇങ്ങനെ ആളുകളുള്ളത് കൊണ്ട് നമുക്കിങ്ങനെ ഉറക്കെ വായിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ തന്നെ മനസ്സിലൊക്കെ പറഞ്ഞ് പഠിക്കുകയാണ്. എനിക്കാണെങ്കിൽ കുറച്ചിങ്ങനെ ടീച്ചിങ് പോലെ പഠിപ്പിച്ച് പഠിക്കാനാണ് കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. എങ്കിലും റീഡിംഗ് റൂം എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം വായിച്ചു. അപ്പോൾ ഒരു 3-3:30 ആയി. എന്നിട്ടും 5 മണി വരെയാണ് ഞാനൊരു ടാർഗറ്റ് ടൈം വെച്ചിരിക്കുന്നത്. 5 മണി വരെ പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കിപ്പോൾ മാത്സൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് കേട്ടോ. പക്ഷേ മാത്സൊക്കെ ചെയ്യാൻ എനിക്ക് മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ എടുക്കുന്നത്. കാരണം ഇത് നമുക്ക് പുതിയ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണെന്നൊരു വീഡിയോ. അങ്ങനെ ഫൈനലി 5 മണിയാകുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.